ഈ ഒരു സീരീസ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഹിറ്റാകുന്നുള്ള കാര്യത്തിൽ നെറ്റ്ഫ്ലിക്സിന് ഒരു ഉറപ്പുണ്ടായിരുന്നു. നോർമലി ചെയ്യുന്ന പ്രൊമോഷനുകൾ, മാർക്കറ്റിംഗ്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു കാര്യം യൂസ് ചെയ്തുകൊണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിന് ഈ ഒരു കാര്യത്തിൽ ഇത്ര വലിയൊരു ഉറപ്പുണ്ടായിരുന്നത്. ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ അടുത്ത് അവരുടെ യൂസേഴ്സ് കാണുന്ന മൂവീസുകൾ, സീരീസുകൾ, ഇതിൻ്റെയൊക്കെ ഒരു പാറ്റേണിൻ്റെ ഡാറ്റ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഈ സ്റ്റോറിക്കും സ്ക്രിപ്റ്റിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു കാര്യം അവർക്ക് നല്ല രീതിക്ക് തന്നെ ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ഈ ഒരു കാര്യം നല്ല രീതിക്ക് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നെറ്റ്ഫ്ലിക്സിന് ഈ ഒരു കാര്യത്തിൽ ഇത്ര വലിയൊരു ഉറപ്പുണ്ടായിരുന്നത്. നെറ്റ്ഫ്ലിക്സിൻ്റെ ഫസ്റ്റത്തെ ഒറിജിനൽ സീരീസ് ആയിട്ടുള്ള ഹൗസ് ഓഫ് കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ യൂസേഴ്സിൻ്റെ ഡാറ്റാസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ യൂസേഴ്സിൻ്റെ ഡാറ്റാസ് അനലൈസ് ചെയ്തപ്പോൾ ഈ വ്യൂവേഴ്സിന് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റോറീസ്, ഡയറക്ടേഴ്സ്, മൂവീസ് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ യൂസേഴ്സ് ഏതൊക്കെ വാച്ച് ചെയ്യും, എവിടെയൊക്കെ സ്കിപ്പ് ചെയ്യും, ഏതൊക്കെ റീവാച്ച് ചെയ്യും എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഇതിലൂടെ അവർ മനസ്സിലാക്കിയത് ഈ വ്യൂവേഴ്സിന് ആക്ടറായിട്ടുള്ള കെവിൻ സ്പേസിയുടെ മൂവീസ്, അതുപോലെ ഡയറക്ടറായിട്ടുള്ള ഡേവിഡ് ഫിഞ്ചറിൻ്റെ മൂവീസൊക്കെ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിരുന്നു. കൂടാതെ ഈ പൊളിറ്റിക്കൽ ത്രില്ലേഴ്സ്, അതുപോലെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻസുകളൊക്കെ ഈ വ്യൂവേഴ്സിന് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഈ നെറ്റ്ഫ്ലിക്സ് വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടുള്ള ഹൗസ് ഓഫ് കാർഡ്സിൻ്റെ റൈറ്റ്സ് വാങ്ങിയിട്ട് ഈ കെവിൻ സ്പേസിയെ കാസ്റ്റ് ചെയ്ത് ഡേവിഡ് ഫിഞ്ചറിനെ വെച്ച് റീമേക്ക് ചെയ്തു. ഈ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ടിരുന്ന ഈ എസൻസുകളൊക്കെ നെറ്റ്ഫ്ലിക്സ് ആഡ് ചെയ്തുകൊണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സ് വിചാരിച്ച പോലെ തന്നെ ഇതൊരു സക്സസ്ഫുൾ സീരീസ് ആയിട്ട് മാറി. മാത്രമല്ല ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ എക്കാലത്തെ ഒരു ഐക്കോണിക് സീരീസ് ആയിട്ട് മാറി. ഈ യൂസേഴ്സിൻ്റെ ഡാറ്റാസൊക്കെ അനലൈസ് ചെയ്തപ്പോൾ നെറ്റ്ഫ്ലിക്സിന് ഒരു കാര്യം കൂടി മനസ്സിലായി. ഈ കോംപ്ലക്സ് ആൻഡ് ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറിയിലുള്ള സീരീസുകളൊക്കെ ഈ വ്യൂവേഴ്സ് ബിഞ്ച് വാച്ച് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. സോ നെറ്റ്ഫ്ലിക്സ് എന്ത് ചെയ്തു, ഈ ഹൗസ് ഓഫ് കാർഡ്സിൻ്റെ ഫസ്റ്റ് സീസണിൻ്റെ എല്ലാ എപ്പിസോഡും വീക്ക്ലി റിലീസിന് പകരം ഒരുമിച്ചാണ് റിലീസ് ചെയ്തത്. മറ്റൊരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ഇൻട്രോയിൽ കേൾക്കുന്ന ഈ സൗണ്ടില്ലേ, ഇത് ഹൗസ് ഓഫ് കാർഡ്സിൽ കെവിൻ സ്പേസിയുടെ ക്യാരക്ടറായിട്ടുള്ള ഫ്രാൻസിസ് അണ്ടർവുഡ് ഡെസ്കിൽ നോക്ക് ചെയ്യുന്ന സൗണ്ടാണ്. ഈ ഹൗസ് ഓഫ് കാർഡ്സ് സീരീസ് നെറ്റ്ഫ്ലിക്സിന് അത്ര വലിയ സ്പെഷ്യലായിരുന്നു. ഈ ഹൗസ് ഓഫ് കാർഡ്സ് സീരീസ് പോലത്തെ യൂസേഴ്സിൻ്റെ ഡാറ്റാസ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത മറ്റേതെങ്കിലും സീരീസോ മൂവീസോ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.